ഹായ് ഡിയേഴ്സ്, ഇന്ന് വനിതാ ദിനം മാർച്ച് 8. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എന്നാണല്ലോ പറയുന്നത്. എല്ലാ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാ വേദഗ്രന്ഥങ്ങളിലും സ്ത്രീകളെ പൂജിക്കണം, ആരാധിക്കണം എന്ന് പറയുന്നുണ്ട്. ബഹുമാനിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പുരുഷന്മാരെ ബഹുമാനിക്കരുതെന്ന് അല്ല, അവർക്കുണ്ട് തുല്യ പ്രാധാന്യം. അപ്പോൾ നമ്മുടെ ധീര വനിതകളുണ്ട്, അയൺ ലേഡി അങ്ങനെയുള്ളവരുണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വനിതകളുണ്ട്, വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതെ പോയവരുണ്ട്. അല്ലാതെ വിദ്യാഭ്യാസം ചെയ്തവർ ബഹുമിടുക്കികളും മറ്റുള്ളവർ മിടുക്കില്ലാത്തവരുമാണെന്ന് വിചാരിക്കരുത്. കുടുംബജീവിതം ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഞാൻ എൻ്റെ ചുറ്റുവട്ടത്ത് കണ്ടത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും വെച്ചതിൽ ഏറ്റവും സമർത്ഥമായിട്ടൊരു കുടുംബജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നത് വിദ്യാഭ്യാസം ഇല്ലാത്ത, പഠിക്കാൻ സാധിക്കാതെ പോയവർക്ക് ആണ്. അവരുടെ മക്കളൊക്കെ ഉന്നത വിദ്യാഭ്യാസം, ഉന്നത പൊസിഷനിലെത്തിയിട്ടുണ്ട്. ഒരു വീട് ഭരിക്കുന്നത് കാര്യത്തിൽ മന്ത്രിയും എന്നൊക്കെയാണ് ഒരു സോങ്ങിനകത്തുണ്ട്, എനിക്ക് അറിയത്തില്ല. ശരിയാണ്, ഒരു വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്, ഭർത്താവിനോടൊപ്പം നിന്ന് നോക്കി നടത്തുന്നത്, ഭർത്താവ് മറന്നു പോകുന്ന കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുമൊക്കെ സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കഴിവുള്ള സ്ത്രീകളുണ്ട്. അവരെ ഭയങ്കര ബഹുമാനമാണ് ഭർത്താക്കന്മാർക്ക്, പുരുഷന്മാർക്കും. കഴിവുള്ള ഒരു സ്ത്രീയെ അവരെ അറിയാതെ തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കും, അഭിനന്ദിക്കും. പിന്നെ സ്ത്രീകൾക്ക് ഒത്തിരി ശക്തി കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാർക്ക് കായിക ബലം കൊടുത്തിട്ടുണ്ട്. അതുപോലെ സ്ത്രീകൾക്ക് ഭയങ്കര കഴിവ് കൊടുത്തിട്ടുണ്ട്, പ്രസവിക്കാനുള്ള കഴിവ്. 2, 3, 10, 12 മക്കളെ, 15 മക്കളെ പ്രസവിച്ചിട്ടുള്ള സ്ത്രീകളുണ്ട്. അതൊക്കെ സ്ത്രീകൾക്ക് കൊടുത്തേക്കുന്ന പ്രത്യേകമായ കഴിവാണത്. എന്നിട്ട് ഈ മക്കളെ മൊത്തം ഒറ്റയ്ക്ക് വളർത്തും. എല്ലാവരെയും ഉറക്കി കിടത്തി താരാട്ട് പാടി ആഹാരം വെച്ച്, നമ്മുടെ വീട്ടിലെ എല്ലാവരും വിരുന്നുകാരും വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കും, വീട്ടിലെ സർവ്വ ജോലിയും ചെയ്യും, ഭർത്താവിൻ്റെ കാര്യം നോക്കും, ബന്ധുജനങ്ങളെ കാര്യം നോക്കും, എല്ലാ കാര്യം നോക്കാനായിട്ടുള്ള പ്രത്യേക കഴിവ്, സിദ്ധി സ്ത്രീകൾക്കുണ്ട്. അപ്പോൾ ഒരു വീടിൻ്റെ വിളക്കാണ് സ്ത്രീ. അതോടൊപ്പം തന്നെ പുരുഷനും, ഒരു സ്ത്രീക്ക് താങ്ങായിട്ടും തണലായിട്ടും ഒരു പുരുഷൻ കാണും. മകനായിരിക്കും, ഭർത്താവായിരിക്കും, അച്ഛനായിരിക്കും, അല്ലെങ്കിൽ സഹോദരനായിരിക്കും, ഉണ്ട് അവരുടെ തണൽ. അല്ലെങ്കിൽ ബന്ധുക്കൾ കാണുമല്ലോ, അല്ലെങ്കിൽ കൂട്ടുകാർ കാണും. അപ്പോൾ സ്ത്രീകളൊന്നും ഭയപ്പെടേണ്ടതില്ല. ഒരുപാട് സ്വാതന്ത്ര്യം സ്ത്രീകൾക്കുണ്ട്. പക്ഷേങ്കിൽ അത് ദുർവിനിയോഗം ചെയ്യാതെ തന്നെ അവർക്ക് മനോഹരമായൊരു ജീവിതം ഈ ലോകത്ത് ജീവിച്ചു തീർക്കാൻ പറ്റും. അധ്വാനിക്കും സ്ത്രീകൾ. ഈ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്ത് കഴിഞ്ഞിട്ട് പോയി അധ്വാനിക്കുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് ബിഗ് സല്യൂട്ട്. അധ്വാനിച്ച് ഇൻഡിപെൻഡൻറ്റ്. അവർ കുടുംബത്ത് ഭർത്താവിന് സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ഭാര്യ പോയി ജോലി ചെയ്ത് മക്കളെ പഠിപ്പിച്ച് ആ ഭർത്താവിന് വേണ്ട ചികിത്സയ്ക്കുള്ള കാശും ആഹാരം എല്ലാം കൊടുക്കുന്ന സ്ത്രീകളെ എനിക്കറിയാം, എൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. അവരുടെ ഇന്ന് മുമ്പിൽ ഞാനെങ്ങും ഒന്നുമില്ല. എനിക്കങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല. ഉണ്ടായാൽ തന്നെ ഞാനൊക്കെ വിങ്ങിപ്പൊട്ടി പോകും. അതേ കണക്കുള്ള ഒരു മൈൻഡാണ് എനിക്ക്, പകച്ച് പോകും. പക്ഷേങ്കിൽ എൻ്റെ കൂട്ടുകാരുണ്ട് ഒരുപാട്. എൻ്റെ കൂട്ടുകാർ മനോഹരമായ ജീവിതം നയിക്കുന്ന പെൺപിള്ളേരുണ്ട്, തൊഴിലുറപ്പിന് പോകുന്നുണ്ട്, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ജോലികൾക്ക് പോകുന്നുണ്ട്, വലിയ പദവിയിലിരിക്കുന്നവരുണ്ട്. എല്ലാം ഒരു ശക്തിയാണ്, മനഃശക്തി, ഒരു വിൽ പവർ. അപ്പോൾ ഈ ലോകത്തിലുള്ള സർവ്വ വനിതകൾക്കും എൻ്റെ വനിതാ ദിന ആശംസകൾ.
ദാ ഈ ഷോള് ഉണ്ടോ, ഞാൻ അറേബ്യയിൽ പോയപ്പോൾ എനിക്കൊരു തുർക്കി പെങ്കൊച്ച് തന്നതാണ്. ഒരു സുന്ദരിയായ ഒരു ഫ്ലവർ പോലുള്ളൊരു തുർക്കി പെങ്കൊച്ച്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഞാൻ മലയാളിയാണ്. ഈ കൊച്ചി ഈ ഷോൾ എടുത്ത് എനിക്ക് തന്നു. ഞാൻ നിരസിച്ചു, സ്നേഹപൂർവ്വം എനിക്ക് വേണ്ടത്. ഞാൻ ആരുടെയും ഒന്നും മേടിക്കാറില്ല, ഞാൻ അങ്ങോട്ട് കൊടുക്കാറില്ല. പക്ഷേ ഈ കൊച്ചു പോകുന്നില്ല, ഇത് വീട്ടിൽ യൂസ് ചെയ്യാമെന്നും പറഞ്ഞിട്ട് തന്നു. ഒരു ഗിഫ്റ്റാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ഒരു ഡോക്ടർ പെങ്കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ചു പറഞ്ഞു മേടിക്കണം, ഗിഫ്റ്റ് തന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ഇങ്ങനെ ഇട്ട് ഇതെനിക്കൊന്ന് കാണിക്കണമെന്ന് തോന്നിയായിരുന്നു. അപ്പോൾ ആ തുർക്കി പെങ്കൊച്ചിനും ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരിക്കുന്ന എല്ലാ കുഞ്ഞ് ബാലികമാർ തൊട്ട് ആബാലവൃദ്ധം സ്ത്രീകൾക്കും, എല്ലാ അമ്മമാർക്കും, ചേച്ചിമാർക്ക്, അനിയത്തിമാർക്ക്, എൻ്റെ സെയിം ഏജുള്ള എല്ലാവർക്കും വനിതാ ദിനാശംസകൾ. സ്ത്രീ ഒരു ശക്തിയാണ്, അതെല്ലാവർക്കും അറിയാം കേട്ടോ. ഈ പുരുഷന്മാർക്ക് അറിയാം ഒരു ശക്തിയാണെന്നും. അവർ പറയുന്നില്ലെന്നേ ഉള്ളൂ. അവർക്ക് നമ്മളുടെ അടുത്തെല്ലാം സ്നേഹവും ബഹുമാനവുമാണ്. അപ്പോൾ എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ ഞാനെന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലിരിക്കട്ടെ, എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. കുറച്ച് പറ്റുന്നതൊക്കെ ഒരു സഹായം സ്ത്രീകൾക്ക് ചെയ്തു കൊടുക്കണം. മനസ്സലിവ് ഇച്ചിരി കാണിക്കണം, ഇച്ചിരി കരുണ കാണിക്കണം, സ്നേഹം കാണിക്കണം. തിരിച്ചു ഈ സ്ത്രീകൾ പുരുഷന്മാരോട് അതേപോലെ ബിഹേവ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.